ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഓഗസ്റ്റ് 18. ഇന്ന് നമ്മുടെ പൊന്നുക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അവൾക്കിടെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിലോട്ട് വിളിച്ച് ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന്. സ്കൂളിലോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം വെക്കേഷൻ ടൈമിലാണ് ഇവക്കടെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ നാട്ടിൽ പോയി, ഫ്രണ്ട്സൊക്കെ. ബാക്കി 1-2 പേരൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ളവരെ വെച്ച് ഇതാ നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണേ. അപ്പം അതിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അപ്പം നമുക്ക് കാണാം. ഇനി ചെറിയൊരു ഫുഡ് ബ്രേക്ക്. അതെ, വയറിനൊരു ശകലം വായിക്കും. അത് പറ്റത്തില്ല, എഴുതണം. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഫ്രൂട്ട് എഴുതാൻ അറിയത്തില്ലെങ്കിൽ വരയ്ക്ക്. ഇതാ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മക്കൾക്ക് ബോൾ പാസിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ഗെയിം കേട്ടോ. ഇത് ഇനി വരുന്ന ആഴ്ച ഓണമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഓണത്തോടനുബന്ധിച്ച് നമുക്ക് ചെറിയൊരു ഗെയിം കളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതാ ഇവിടെ ബോൾ പാസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. നോക്കാം. പാട്ട് ഞാനിവിടെ മ്യൂട്ട് ചെയ്തേക്കാണ് കേട്ടോ, കോപ്പിറൈറ്റ് വന്നാലോ. അപ്പോൾ അതാ മക്കൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് തന്നെയായിരുന്നു. കുറച്ച് സമയം പിള്ളേർ അവരുടേതായ ലോകത്ത് അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സമപ്രായക്കാരായ ആൾക്കാരുമായിട്ട് കുറച്ച് നേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് മെമ്മറീസ് ഉണ്ടാക്കുക, അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അങ്ങനെ ഇതാ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നു, ബോൾ പാസിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരെയും ഔട്ടാവുന്നുണ്ട്. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തുകൊണ്ട് അവർക്കും ഒരു പ്രശ്നവുമില്ല, അങ്ങനെ പോകുന്നു കേട്ടോ. ഗെയിമിൻ്റെതായ രീതിയിൽ തന്നെ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് അവസാനം വിൻ ചെയ്യുന്നത് നമ്മുടെ വാവച്ചനാണ് കേട്ടോ. ഇന്ന് ഇവിടെ നടത്തിയ അത്യാവശ്യം ഒട്ടുമിക്ക ഗെയിംസിലും ഇവൻ തന്നെയായിരുന്നു, ആണൊരുത്തനായിട്ടുണ്ടായിരുന്ന ഇവൻ തന്നെയായിരുന്നു വിജയിയായിട്ട് മാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് അവൻ്റെ മുഖത്ത് നമുക്ക് കാണാനുണ്ട്. ഇന്ന് പൊന്നൂൻ്റെ ഡേ ആണെങ്കിലും എനിക്കാണ് ഫുൾ വിജയം കിട്ടിയത്, അല്ലെങ്കിൽ ഞാനാണ് എല്ലാ ഗെയിമിലും ജയിച്ചത് എന്നുള്ള ഒരു ഭാവം അവനുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അവസാനം ഫൈനലിൽ എത്തിയിരിക്കുന്നത് ഇവർ രണ്ടുമാണ്. അതിലിതാ നമ്മുടെ മോൻ തന്നെ ജയിച്ചിരിക്കുന്നു. 5 പെണ്ണങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബോയ്, അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം കുറച്ച് നേരം ടി വിയിൽ പാട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോൾ അവർക്ക് ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതാ പാട്ടൊക്കെ വെച്ച് കൊടുത്ത് ടി വിയിൽ സ്റ്റെപ്പ് നോക്കി തന്നെ അവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാട്ട് ഞാനിവിടെ മ്യൂട്ട് ചെയ്തേക്കാണേ. അപ്പം കളിച്ച് ഇതാ മുന്നോട്ട് വന്നിട്ടുണ്ട്, ടി വിയുടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഏതൊക്കെയോ പാട്ടുകൾ വെക്കുന്നു, ആ പാട്ടിനൊക്കെ ഡാൻസ് ചെയ്യുന്നു. അങ്ങനെയാണ് കേട്ടോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരുടെ ഹാപ്പിനെസ് ആണല്ലോ നമ്മുടെയും സന്തോഷം. അങ്ങനെ അവരിതാ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഡാൻസ് കളിക്കുന്ന സമയത്ത് മാത്രം നമ്മുടെ പയ്യൻ മാറി നിന്നു കേട്ടോ. ഞാൻ കളിക്കാൻ കൂടുന്നില്ല ഇവരുടെ കൂട്ടത്തിലെന്ന് പറഞ്ഞ് മാറി നിന്നു. അപ്പം ലേഡീസ് മാത്രമാണ്, ഗേൾസ് മാത്രമാണ് ഡാൻസ് കളിച്ചത് കേട്ടോ. ഇവരുടെ ഈ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ഇവർ സിംഗിളായിട്ട് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെച്ച് ഓരോരുത്തരും തനിയെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഡാൻസൊക്കെ കളിച്ച് അവശരായി കഴിഞ്ഞപ്പോൾ ചെറിയൊരു ബ്രേക്ക്. അപ്പോൾ ദാ ഇപ്പം ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും മോള് പോയി ഡ്രസ്സൊക്കെ മാറി വന്നു. ഇനി പിള്ളേർ കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പം അത് കൊടുക്കാനുള്ള അവസരം ദാ ആൻറ്റി എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അങ്ങനെ ദാ ഇവർക്കിപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റുകളൊക്കെ നമ്മുടെ ബർത്ത്ഡേ ഗേളിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഉടനെ തന്നെ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യണമല്ലോ, ഇതിനകത്ത് എന്താണെന്ന് അറിയണമല്ലോ. അപ്പം ഇനി അതിന് വേണ്ടിയുള്ള സമയമാണ്. ഓ, ലെറ്റർ ഒക്കെ ഉണ്ടോ? ഓഹോ, തന്നെ വായിക്കണോ? ഞങ്ങൾ എല്ലാവരും വായിക്കണോ? കാണിച്ച് നൂർത്ത്. വാവ്, കൊള്ളാലോ. തന്നെ ഡ്രോ ചെയ്തതാ.
എന്നാ ഹേഡന് കൊടുത്തരത്. പതിയെ 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 ഹേഡൻ മോനെ പതിയെ. ഓ ഹേഡന് വണ്ടിയാ, ഇതില്ലല്ലോ. അതല്ല ഇതല്ല. ഓപ്പൺ ചെയ്യ്, ഓപ്പൺ ചെയ്യടാ. കോഡ് സെറ്റ്. ആ അത് പിന്നെ നോക്കാം. ആ അടച്ചോ, അടച്ച് അടിയിലോട്ട് വെച്ചോ. താഴെ താഴെ സ്പേസ് ഉണ്ട്, താഴേക്ക് വെച്ചോ, താഴേക്ക് വെച്ചോ. ഐറു അത് താഴേക്ക് വെച്ചോ, താഴെ സ്പേസ് ഉണ്ടേ. ഹന്ന ഹന്ന എന്നാ മടക്കിക്കോ. അത് താഴേക്ക് വെച്ചോ, താഴെ. താഴേക്ക് വെച്ചോ. എല്ലാരും ഓപ്പൺ ചെയ്തിട്ട് എടുക്കാം. ഉണ്ട് ഉണ്ട്, തരാം, കാണിക്കാം കാണിക്കാം. ഒരു മിനിറ്റ്. കൊറേ ഉണ്ടല്ലോ വായിക്കാൻ. വൈറ്റ് ബോർഡ്, ആ വൈറ്റ് ബോർഡ് ഇവിടെ ഇങ്ങനെ വരച്ചേക്കാന് ഒരു ഫാന്. ആ ഫാന് കുഴപ്പമില്ല, ഹൈഡെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇതിങ്ങനെ അതവിടെ വെക്ക്. ഇട്ടോ ഇട്ടോ ഇട്ടോ. ഹൈ ഉണ്ടാക്കിയതാ. എല്ലാ ക്യാരക്ടേഴ്സും എന്റെ ഫേവറേറ്റ് യുൻചെ, ഡാനി, മെനോൺ. ഇതൊക്കെ ആരാ? അത്ര സ്പെഷ്യൽ അത് അത്രേ ഉള്ളൂ. ഡയറി അല്ല, ഇതൊക്കെ തിരിച്ചു വെക്കും. ഇതൊക്കെ ഇതൊക്കെ ഇവിടെ വെക്കാം. ഇനി എല്ലാം ഇതിന്റെ തന്നെ വെച്ചോ. ആ ബോക്സ് പൊന്നമ്മ ആ ബോക്സിൽ തന്നെ വെച്ചോ. എന്നിട്ട് കവർ ചെയ്ത് താഴേക്ക് വെച്ചോ. താഴെ സ്പേസ് ഉണ്ടല്ലോ. എമ്മയുടെ അതെന്താ? എനിക്ക് നല്ല വീഡിയോ ഉണ്ട്. പ്ലാന്റ് ഇത് അമ്മയുടെ ഫേവറേറ്റ് ആണ്. കുഴപ്പമില്ല, റിയൽ ചെടിയാ. ഇത് താഴെ. ഇത് ഹേഡന് 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 ബാഗ് എന്റെ കളക്ഷൻസിൽ വെക്കാം. ബാഗ് ഫുൾ പാക്ക് ആണ്. ബോൾ പെൻ സാധനം. കപ്പ് അതിനകത്ത് എന്താണ്? ഫേവറേറ്റ് കളറുള്ള മാലയും കമ്മലും. ലവ് ലവ് കമ്മലില്ലല്ലോ. ഏതാ ലവ് ഒന്ന് കാണിച്ചേ. ലവ്. ഓ കമ്മല് ഇത് ഗോൾഡ് ആണ്. ആർക്കറിയാം? ഗോൾഡ് അല്ല, പ്ലാസ്റ്റിക്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പൊന്നു താങ്ക്സ് പറ ഗിഫ്റ്റ് ഒക്കെ തന്നതിന്. താങ്ക് യു ഫോർ ഹയർസ് ഹാർഡ് വർക്ക്. ഇത് ഹേണ്
മൊറീഡായിരുന്നു എനിക്കൊരു ഗിഫ്റ്റും കിട്ടില്ല. ഇപ്പൊ നിനക്ക് എത്ര ഗിഫ്റ്റാ കിട്ടിയേക്കുന്നത്? ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. ഇന്ന് പിള്ളേർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും KFC മതിയെന്നായിരുന്നു. അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ട്. എല്ലാവരും കൂടി കൂടിയിരുന്ന് കഴിക്കുകയാണ്. കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത്. ലാസ്റ്റാണ് കേക്ക് കട്ട് ചെയ്തത്. ചേച്ചി റൂയി കൈ പിടിച്ചോ, കത്തി പിടിക്കടാ ഹേടനെ. ഏടാ കുഞ്ഞ്. ഹാപ്പി ബർത്ത്ഡേ ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ സോങ് മുഴുവനായിട്ടും കാണാനായിട്ടുള്ള അവസരം മക്കൾ തന്നില്ല. കേക്ക് കട്ട് ചെയ്ത് ഉടനെ തന്നെ അവിടെ ബഹളം തുടങ്ങി. കേക്ക് അങ്ങോട്ട് തൂക്കുന്നു ഇങ്ങോട്ട് തൂക്കുന്നു, അങ്ങനെ ഭയങ്കര പരിപാടിയായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാട്ടൊന്നും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. മുടിയെ കൂടി തൂക്കല്ലേ, ഫേസ് തൂത്തു. പൊന്നോട് നിക്ക് നിക്ക്. മുടിയെ തൂക്കായിരുന്നാ മതിയേ. അയ്യോ നല്ല പേസ്റ്റ് ആക്കട്ടെ. ഹന്ന ഇങ്ങോട്ട് പോയത്. ആ വേണ്ട 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 പൊന്നു വേണ്ട വേണ്ട. ആ മതി 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 മതി. മുടി തൂക്കലടാ. പൊന്നുകുട്ടി പോയി മുഖമൊക്കെ വാഷ് ചെയ്ത് വന്നു. ഫ്രണ്ട്സും പോയായിരുന്നു കേട്ടോ വാഷ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തു. അതിനുശേഷം കേക്ക് കഴിച്ചു. പിന്നീട് നമ്മൾ മക്കൾക്ക് തിരിച്ച് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാര്യം പൊന്നുകുട്ടിയും ആവശ്യമൊന്നും അറിഞ്ഞില്ലായിരുന്നു. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബർത്ത്ഡേ കണ്ട് ആകപ്പാടെ സങ്കടം. ഇതൊന്നും ഇവള് കണ്ടിട്ടില്ലായിരുന്നു, ഇങ്ങനെ ഗിഫ്റ്റ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ ഇതെല്ലാം ഇവക്കും ഉണ്ടോ എന്നുള്ളതിൽ ഒരു സങ്കടം. അപ്പോൾ ഇവക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് സങ്കടമാണ് മുഖത്ത്. ഹന്ന ഡോൺ വറി, ഹന്നയ്ക്ക് ഇതെല്ലാം ഉണ്ട്. ഓക്കെ, ഈ ഐറ്റംസ് ഒക്കെ ഹന്നയ്ക്കും ഉണ്ട്. ഡോൺ വറി. അപ്പോൾ ഏകദേശം നമ്മുടെ പ്രോഗ്രാമൊക്കെ ഇവിടെ അവസാനിക്കാറായിട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 10 മണിയായി. നമ്മൾ 9 മണി വരെയെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ സമയം 10 മണിയായി, കാരണം വർക്കിംഗ് ഡേ ആയതുകൊണ്ട്. അപ്പോൾ മക്കൾക്ക് ആർക്കും പോകാനായിട്ട് യാതൊരുവിധ താല്പര്യവും ഇല്ല. 12 മണി കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. നാളെ ഞങ്ങൾക്ക് ലേറ്റായിട്ട് എണീറ്റാൽ മതി എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ പേരൻസിനൊക്കെ ഡ്യൂട്ടിക്ക് പോകണമല്ലോ. നീ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? Thank you for a gift, Hanya. Thank you for your gift, Hanya. Thank you for inviting us. Yes. Crafting was so nice. Thank you for the gift. I really loved it. I appreciated you. I appreciate you so much. പിന്നെ ലാസ്റ്റിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട് അമ്മയ്ക്ക് നമ്മുടെ സ്വന്തം ബാഗ്സ്. താങ്ക് യു ഫോർ മൈ ബാഗ്. അത് കൗണ്ടറിൽ വെക്കാം. ഓ പോവല്ലേ. ഗിഫ്റ്റ് പോലെ ആക്കി ഇൻവൈറ്റിംഗ് us. ഓക്കെ, വാ കേട് വരുന്നുണ്ടോ? എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? നല്ല എൻജോയ് ചെയ്തു. നല്ല ഇഷ്ടമായി ഇവിടെ. പൊന്നുകുട്ടിയുടെ ഫ്രണ്ട്സിനെ ഇനി നമുക്ക് വീടുകളിൽ കൊണ്ടുവന്നാക്കാം. അപ്പോൾ സമയം ഒരുപാട് ലേറ്റായി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.